താരസംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നൃത്തശില്പശാലയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. പരിപാടിയുടെ ഉദ്ഘാടനം അമ്മ പ്രസിഡന്റ് മോഹൻലാൽ നിർവഹിച്ചു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ശില്പശാലയ്ക്ക് നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി നേതൃത്വം നൽകും. ചോദിച്ചപ്പോൾ ഇത് നൃത്തം മാത്രമല്ല, അഭിനയ രസങ്ങളാണ്. നമ്മുടെ ജീവിതം മുഴുവൻ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് ആണ്. ആ എക്സ്പ്രഷനിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ഒരു ദിവസം നമ്മൾ പലതരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പം നൃത്തം മാത്രമല്ല, അതിലുള്ള അഭിനയം. അങ്ങനെ 2 ദിവസത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞാണ്. ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി ആദ്യമായാണ് താരസംഘടനയായ അമ്മ നൃത്തശില്പശാല സംഘടിപ്പിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട 30ഓളം നൃത്ത കലാകാരന്മാരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. കലാകാരന്മാർക്ക് കൂടുതൽ ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ശില്പശാല സംഘടനയുടെ പൊതുജനക്ഷേമ പദ്ധതികളുടെ തുടക്കം മാത്രമാണെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു. പൊതുജനങ്ങൾക്ക് കൂടി അവർക്ക് കൂടി ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നൊരു ആശയം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്സ് ആദ്യം ഒന്ന് തുടങ്ങി നോക്കാം. ആദ്യം ഞങ്ങളിങ്ങനെ ഇത് റെഗുലറായിട്ട് ഇത്തരം ക്ലാസ്സുകൾ നടത്തുന്ന, അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അഭിനയം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോഴും നമ്മുടെ പരിമിതമായ സൗകര്യങ്ങൾ അതിന് ഉതകുന്നതല്ല. 2 ദിവസമായി ഒരുക്കിയിരിക്കുന്ന ക്ലാസുകൾക്ക് നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി നേതൃത്വം നൽകും. ജനം, കൊച്ചി.